ഹായ് ഗെയ്സ്, ഞാനും അമ്മയും കൂടിയിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ദേവീനെ തൊഴുതിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ പോവാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ടൊക്കെ അമ്പലത്തിലൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോവാറുണ്ട്. അങ്ങനെ ബോട്ടിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ബോട്ട് കയറാൻ പോവുകയാണേ. അങ്ങനെ ബോട്ട് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അമ്മ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തുറന്നിട്ടില്ല, ബോട്ട് വന്നിട്ടില്ല. വന്നിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അമ്മ ദേ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ബോട്ടിൽ വന്നു. ബോട്ട് വന്ന് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിമനോഹരമായ കടൽ കാഴ്ചയൊക്കെ കണ്ട് കടൽ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു അത്. ആ ബോട്ടിലിരുന്ന് അതന്നെ ആസ്വദിച്ചാലേ മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് പറഞ്ഞ് അറിയിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അത്രയും ഒരു പോസിറ്റീവ് ഒരു എനർജി ആയിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കടൽക്കാറ്റൊക്കെ കൊണ്ടിട്ട്. നല്ലൊരു വൈബായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു കേട്ടോ. നല്ല ഒരു എനർജി ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. ബോട്ട് ഇറങ്ങിയിട്ട് എറണാകുളത്തുനിന്ന് ഗുരുവായൂർ വണ്ടി കയറി കേട്ടോ. കൊടുങ്ങല്ലൂർ ടിക്കറ്റ് എടുത്ത് ഞാനും അമ്മയും കൂടി സീറ്റിലിരിക്കുന്ന ഒരു വീഡിയോ എടുത്തതാണ്. അമ്മയുടെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു നിപ്പാണ് കേട്ടോ. അങ്ങനെ ബസ്സിലിരുന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ, വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തതാണ്. കണ്ടന്നേർ വരാപ്പുഴ റൂട്ടിൽ കൂടെയാണ് ബസ് പോയത്. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അവിടെ അന്നദാനമൊക്കെ കഴിച്ചു. അന്നദാനം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ തൊഴുത് ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ അമ്പല വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, ബായ്.